സർവത്ര ദേവീനാമസങ്കീർത്തനം മഹാദേവ്യൈ നമഃ. കാമക്രോധാദികൾ തൻ പിടിയിലമരുമെൻ മാനസം ശോകതപ്തം കാണാൻ വെമ്പുന്നു സർവാമയദുരിതഹരം ത്വന്മുഖശ്രീവിലാസം. തേടിത്തളർന്നു തവ മൃദുലകൃപസ്പർശമെന്നിൽ പതിഞ്ഞു. മാതാവേ കാത്തുരക്ഷിക്കുക കഴലിണയിൽ ക്ഷീണനായി വീണൊരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 40ാമത്തെ അധ്യായം, ഈ 7ാമത്തെ സ്കന്ധത്തിൻ്റെ അവസാന അധ്യായമാണ്. അതിൻ്റെ അവസാന ഭാഗങ്ങളെയാണ് നമ്മൾ ഇന്ന് അവലോകനം ചെയ്തു കൊണ്ടുവരാൻ പോകുന്നത്. ദേവി പൂജാവിധികളെക്കുറിച്ച് അവിടെ ദേവി തന്നെ ഹിമവാന് പറഞ്ഞു കൊടുത്തതിനെയാണ് ഇവിടെ ദീർഘമായിട്ട് വിസ്തരിച്ചത്. കഴിഞ്ഞ 2-3 അധ്യായങ്ങളായിക്കൊണ്ട് കഥകൾ വ്യാസൻ ജനമേജയനാണല്ലോ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം വ്യാസൻ ജനമേജയന് പറഞ്ഞു കൊടുക്കുന്നത് ജനമേജയൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായി കൊണ്ടാണ് എന്നുള്ളത് മറക്കരുത്. ഈ വിധം ദേവിയുടെ പൂജാവിധികളെക്കുറിച്ചും ദേവിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം വ്യാസൻ വീണ്ടും പറയുകയാണ്. ഇത്യുക്ത്വാ സ ഭഗവതി തത്രൈവാന്ധരധീയഥാ ദേവാശ്ച മുദിധാ സർവേ ദേവി ദർശനദോ ഭവന്. ഇങ്ങനെ ഹിമവാനെ അരുളി ചെയ്തിട്ട് ദേവി അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. ദേവീ ദർശനം കൊണ്ട് സകല ദേവന്മാരും സന്തുഷ്ടരായി തീർന്നു. പിന്നീട് ആ ദേവി ഹിമാലയത്തിൽ ഹിമവാന്റെ പുത്രിയായിട്ട് ജനിച്ചു. ആ ദേവി ഗൗരി എന്ന നാമത്തിൽ പ്രസിദ്ധയായി. അവളെ ശങ്കരന്, മഹാദേവന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു ഹിമവാൻ എന്ന് പറയാണ്. ഹേ രാജാവേ, ഹേ ജനമേജയ, പിന്നീട് സ്കന്ധൻ എന്ന പുത്രൻ അവർക്ക് ജനിക്കുകയുണ്ടായി. ആ സ്കന്ധനാണ് താരകാസുരനെ നിഗ്രഹിച്ചത്. പണ്ട് ദേവാസുരന്മാർ ചേർന്ന പാലാഴി കടയുകയുണ്ടായല്ലോ. അപ്പോൾ ആദ്യം ലഭിച്ചത് രത്നങ്ങളാണ്. അവിടെ വെച്ച് ദേവന്മാരെല്ലാം കൂടി ദേവിയോട് ലക്ഷ്മി ദേവിയായി ജനിക്കാൻ ആദരപൂർവം അപേക്ഷിച്ചു. അവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദേവി രമാ രൂപത്തിൽ അവതരിക്കുകയുണ്ടായി. ആ രമയെ വിഷ്ണു ആണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് അദ്ദേഹം സുഖിയായി തീർന്നു. ഇങ്ങനെ ഞാൻ ഉത്തമമായ ദേവി മഹാത്മ്യത്തെ അങ്ങ് ചോദിച്ചതനുസരിച്ച് അങ്ങക്ക് ദീർഘമായിട്ട് പറഞ്ഞു തന്നു. ഗൗരീ ലക്ഷ്മ്യോ സമുദ്ഭൂതി വിഷയം സർവകാമദം നവാച്യാം ത്വേദന്യസ്മൈ രഹസ്യം ഖദിതം യഥാ. ഗൗരി ലക്ഷ്മിമാരുടെ ഈ ഉൽപ്പത്തി കഥ സർവകാമങ്ങളെയും പ്രദാനം ചെയ്യും. രഹസ്യമായി ഉപദേശിച്ച ഇത് അവിടുന്ന് അന്യരോടൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഗീതാരഹസ്യഭൂതേയം ഗോപനീയ പ്രയത്നധ സർവമുക്തം സമാസേന യൽ പൃഷ്ടം തത്വയാനഘ പവിത്രം പാവനം ദിവ്യം കിം ഭൂയ ശ്രോതുമിച്ഛസി. ഈ ഗീതാരഹസ്യം ഏത് പ്രകാരത്തിലും ഗോപ്യമായി വെക്കേണ്ടതാണ്. ഗീതാ രഹസ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവത്ഗീത എന്ന് അർത്ഥമെടുക്കരുത്. ഗീത എന്ന് പറഞ്ഞാൽ പറഞ്ഞത്, കീർത്തനം, പറയപ്പെട്ടത്, ഉപദേശിക്കപ്പെട്ടത് എന്നൊക്കെ പല അർത്ഥങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈ രഹസ്യം വളരെ ഗോപ്യമായിട്ടുള്ളതാണ്. അങ്ങ് ചോദിച്ചതായിട്ടുള്ള
പവിത്രവും പാവനവും ദിവ്യവുമായിട്ടുള്ള ആ ദേവിയുടെ മഹാത്മ്യത്തെയും ദേവിയുടെ അവതാരങ്ങളെയും ആ കഥകളെയും എല്ലാം ഞാനിതാ അങ്ങക്ക് ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞു തന്നു കഴിഞ്ഞു. കിം ഭൂയ ശ്രോതുമിച്ഛസി, ഇനി അങ്ങ് എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചോദിച്ചാലും എന്ന് വേദവ്യാസൻ പറഞ്ഞുകൊണ്ട് ജനമേജയനോട് പറഞ്ഞുകൊണ്ടാണ് ഈ സപ്തമ സ്കന്ധം ഇവിടെ 40 അധ്യായങ്ങളായിട്ടുള്ള സപ്തമസ്കന്ധം ഇവിടെ അവസാനിക്കുന്നത്. ഇനി നാളെ മുതൽ നമുക്ക് അവലോകനം ചെയ്തു കൊണ്ടുപോകേണ്ടതാണ്. ദേവി ഭാഗവതത്തിലെ അടുത്ത അഷ്ടമസ്കന്ധം നമുക്കത് നാളെ മുതൽ അവലോകനം ചെയ്യാം. ദേവി ജഗദംബയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാ സജ്ജനങ്ങൾക്കും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്